സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവിഷൻ സീരീസ് 23 ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ എസ്റ്റിമേഷനിൽ ക്വാണ്ടിറ്റി സർവേയിങ് എന്നുള്ള മൊഡ്യൂൾ 6 അല്ലേ, മൊഡ്യൂൾ 6 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മൊഡ്യൂൾ 6ന്റെ ഓരോ ഏരിയസ് തന്നെയാണ് കവർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ ആണ് കേട്ടോ. വാല്യുവേഷൻ എന്ന ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം വാല്യുവേഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അറിയേണ്ടാവും, അതിൽ ഒരുപാട് എക്സാമിന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. പിന്നെ റെയർ ആയിട്ട് ചോദിക്കുന്ന ഏരിയാസും ഉണ്ട്. നമ്മളെ സിലബസിൽ മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട് വാല്യുവേഷൻ്റെ കുറേ ടേംസും ടെക്നിക്കൽ ടേംസും, പിന്നെ എന്തിനാണ് വാല്യുവേഷൻ ചെയ്യുന്നത് എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ അതിലുള്ള വാല്യുവേഷൻ്റെ മെത്തേഡ്സ്, പിന്നെ അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ്റെ മെത്തേഡ്, അതൊക്കെ നമുക്ക് എക്സാമിന് ഇപ്പോൾ സിലബസിൽ നമുക്ക് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറ്റുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്കിപ്പം തിയറിയാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് പോകുന്നത്. അതിൽ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം വർക്കൗട്ടും കൂടെ ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് എക്സാമിന് ചോദിക്കാൻ അറിയില്ല അല്ലേ. അപ്പം മാക്സിമം എന്തായാലും തിയറി ആദ്യം പഠിച്ചു വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനൊക്കെ എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് പിക്ക് ചെയ്തിട്ട് എഴുതി വെക്കുക. അറിയാത്തതാണെങ്കിൽ കറക്റ്റ് പഠിച്ചതിന് ശേഷം പിന്നെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പിന് ശേഷം ഒന്ന് പഠിച്ച് നോക്കാം. പിന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തല്ലല്ലോ ഇനി നമുക്ക് ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒക്കെ എക്സാം വരുന്നുണ്ട്. അപ്പം എല്ലാത്തിനും കൂടെ കറക്റ്റ് പ്ലാൻ ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പഠിക്കുന്ന കാര്യങ്ങൾ ലോങ് ടേമിലേക്ക് കിട്ടണം അല്ലേ. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ ഉപകാരം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. റിവിഷൻ സീരീസിൽ വാല്യുവേഷൻ എന്നുള്ള ടേമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് മൊത്തമായിട്ട് ഞാൻ പറയുന്നില്ല. നമ്മൾ ഫസ്റ്റ് ഈ ഒരു ക്വാണ്ടിറ്റി സർവേയിങ്ങിൽ മൊഡ്യൂൾ 6 സ്റ്റാർട്ട് ചെയ്ത ക്ലാസ്സിൽ നമ്മൾ മൊത്തം സിലബസ് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ഇപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. വാല്യുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടേം അല്ലേ, വാല്യുവേഷൻ എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതല്ലേ വാല്യുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാല്യുവേഷനിൽ എന്തൊക്കെയാണ് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്? പേർപ്പസ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഗവേണിംഗ് വാല്യുവേഷൻ, ലൈഫ് ഓഫ് സ്ട്രക്ചേഴ്സ്, ടൈപ്പ്, ലൊക്കേഷൻ, മെയിൻ്റനൻസ്, പിന്നെ അതുപോലെ തന്നെ ലീഗൽ കൺട്രോൾ, സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ, ബുക്ക് വാല്യൂ, സിങ്കിങ് ഫണ്ട്, ആനുറ്റി ആൻഡ് ഡിപ്രീസിയേഷൻ അല്ലേ. ബേസിക് ആയിട്ടുള്ള നമുക്ക് വാല്യുവേഷനിൽ ഈ ഒരു ഏരിയ നമ്മൾ എല്ലാ എക്സാമിനും ഇങ്ങനെ കവർ ചെയ്ത് വരുന്നത് തന്നെയാണ് അല്ലേ. പിന്നെ അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ, റെൻ്റൽ മെത്തേഡ്, ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് കോസ്റ്റ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്, ഡെവലപ്മെൻറ്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ, പിന്നെ ഡിപ്രീസിയേഷൻ മെത്തേഡ്, പിന്നെ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ബൈ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, പിന്നെ ലാൻഡ് വാല്യുവേഷൻ പ്രോബ്ലംസും. അപ്പം ഇത്രയാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണെങ്കിൽ മനസ്സിലാവേണ്ടാവും. ഇപ്പം ഡിപ്രീസിയേഷൻ എന്നാണെങ്കിലും റെൻ്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻസ് എന്നാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന്. സിമ്പിളാണല്ലേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ ഒരു മൊഡ്യൂൾ 6 എന്ന് പറയുന്നത്. അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുക, സെയിം സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ആ ഒരു 4 ഏരിയ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് 4ഉം കറക്റ്റ് പഠിച്ച് വെക്കുക. ചിലപ്പോൾ നമുക്ക് ഇപ്പം ഡിസ്ക്രിപ്റ്റീവ് ചോദിക്കുകയാണെങ്കിൽ ആ 4ഉം കൂടെ മിക്സ് ചെയ്തിട്ടും ചോദിക്കുക അല്ലേ. അപ്പം അതേ രീതിയിൽ കറക്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കാം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ വാല്യുവേഷൻ അല്ലേ, വാല്യുവേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് എന്താണ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കറക്റ്റ് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആവുക. അറിയാത്തവരാണെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. അതുപോലെ തന്നെ സ്പീഡ് ചിലപ്പം ചില ഏരിയകളിൽ റിവിഷൻ സീരീസ് ആണല്ലേ, ചില ഏരിയയിൽ സ്പീഡ് കൂടി പോകാനും ചാൻസ് ഉണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. മാക്സിമം സ്പീഡ് കുറച്ച് തന്നെ പറയാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് കുറേ കാര്യങ്ങളും പറയാനുണ്ടല്ലേ, അതുകൊണ്ട് സ്പീഡ് കൂട്ടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ആയിട്ട് വാല്യുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അല്ലേ, നമ്മൾ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ ഡിറ്റർമിൻ ദ ഫെയർ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി അല്ലേ, അത് ഡിറ്റർമിൻ ചെയ്യേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വാല്യുവേഷൻ എന്നുള്ള ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുക അങ്ങനെ തന്നെയാണ് അല്ലേ. എസ്റ്റിമേറ്റ് ഓർ ഡിറ്റർമിനിങ് ദ ഫെയർ പ്രൈസ് ഓർ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. എന്താണ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ? വാല്യുവേഷൻ ഈസ് ദ ടെക്നിക്
of estimating or determining the fair price or value of a പ്രോപ്പർട്ടി ഇതിനെയാണ് നമ്മൾ വാല്യുവേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ വാല്യുവേഷൻ നമ്മൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു പേർപ്പസ് ഉണ്ടാവും അല്ലേ. വാല്യുവേഷൻ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു പേർപ്പസ് ഉണ്ടാവും. നമ്മളിങ്ങനെ വാല്യുവേഷൻ ചെയ്തിട്ട് ആ ഒരു വാല്യൂവിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫെയർ പ്രൈസോ അല്ലെങ്കിൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് കണ്ടെത്തി വെക്കുക. നമുക്ക് വാല്യുവേഷൻ്റെ പേർപ്പസ് ആണല്ലേ നെക്സ്റ്റ് നോക്കാനുള്ളത്. വാല്യുവേഷൻ പേർപ്പസ് നിങ്ങൾക്ക് അറിയേണ്ട സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ജസ്റ്റ് നമ്മൾ ചുറ്റുപാട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അല്ലേ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്. നമുക്ക് ഒരു സാധനങ്ങൾ വാങ്ങുക അല്ലെങ്കിൽ വിൽക്കുക അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഫെയർ പ്രൈസ് വേണം അല്ലേ. അപ്പം അത് തന്നെയാണ് ഫസ്റ്റ് വൺ നോക്കാനുള്ളത്, ബൈയിങ് ഓർ സെല്ലിങ് പ്രോപ്പർട്ടി എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടാക്സ് അടയ്ക്കാൻ അല്ലേ, ടാക്സ് അടയ്ക്കാൻ അതുപോലെ തന്നെ റെന്റ് ഫിക്സ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ഒരു വാല്യുവേഷൻ യൂസ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് വരുന്ന അതാണ്. പിന്നെന്താണ്, പിന്നെ ഇൻഷുറൻസ് എടുക്കാൻ, പിന്നെ അതുപോലെ തന്നെ സെക്യൂരിറ്റി ഓഫ് ലോൺസ് അല്ലേ, ഇതിനൊക്കെ നമ്മൾ വാല്യുവേഷൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ വാല്യുവേഷൻ്റെ പേർപ്പസ് എന്തൊക്കെയാണ്? പേർപ്പസ് ഓഫ് വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ ഒന്ന് റെന്റ് ഫിക്സേഷൻ ഉണ്ടാവും, റെന്റ് ഫിക്സേഷൻ, പിന്നെ ഇൻഷുറൻസ്, പിന്നെ ടാക്സേഷൻ അല്ലേ, ടാക്സേഷൻ, സെക്യൂരിറ്റി ഓഫ് ലോണ്, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വാല്യുവേഷന്റെ പേർപ്പസ് അല്ലേ. അപ്പം വാല്യുവേഷൻ എന്താണെന്ന് പറഞ്ഞു, വാല്യുവേഷന്റെ പേർപ്പസ് എന്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് നോക്കേണ്ടത് കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. അപ്പൊ ടെക്നിക്കൽ ടേംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വാല്യുവേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ടെക്നിക്കൽ ടേംസ് അല്ലേ എന്തൊക്കെയാണ് നമുക്ക് നോക്കേണ്ടത്. നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഇപ്പോൾ റിവിഷൻ സീരീസിൽ നോക്കാം. അല്ലാണ്ട് ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് റിവിഷനിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ടെക്നിക്കൽ ടേംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് സിലബസ് നോക്കിയാൽ കാണാം അല്ലേ, സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള ഏതാണ്? സാൽവേജ് വാല്യൂ അല്ലേ, സ്ക്രാപ്പ് വാല്യൂ, സാൽവേജ് വാല്യൂ, മാർക്കറ്റ് വാല്യൂ, ബുക്ക് വാല്യൂസ്, പിന്നെ സിങ്കിങ് ഫണ്ട്, ആന്വിറ്റി ആൻഡ് ഡിപ്രീസിയേഷൻ അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടെക്നിക്കൽ ടേംസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം നമുക്ക് അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സിങ്കിങ് ഫണ്ട്. സിങ്കിങ് ഫണ്ട് എന്താണ്? സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? നമ്മൾ മാറ്റി വെക്കുന്ന എമൗണ്ട് അല്ലേ, എന്തിനു വേണ്ടിയിട്ടാണ്? മണി ഫോർ ഗ്രാജുവൽ റീപ്ലേസ്മെന്റ് ഓർ റീപേയ്മെന്റ് ഓഫ് അസറ്റ് അല്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. സിങ്കിങ് ഫണ്ട് കാണാനൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, I=SI/1+I⁻n−1 എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു ഇക്വേഷനും അതിൽ ഓരോ ടേം എന്തൊക്കെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കി വെക്കാം. പിന്നെ എന്താണ് സിങ്കിങ് ഫണ്ട് എന്ന് അല്ലേ, എന്താണ് സിങ്കിങ് ഫണ്ട് എന്നാണ് പറഞ്ഞത്? നമ്മൾ the money for gradual replacement or repayment of asset അല്ലേ, അതിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. എന്താണ് സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് ഫോംഡ് ബൈ പീരിയോഡിക്കലി സെറ്റിംഗ് അസൈഡ് മണി ഫോർ ദ ഗ്രാജുവൽ റീപ്ലേസ്മെന്റ് ഓർ റീപേയ്മെന്റ് ഓഫ് അസറ്റ്. അപ്പം അതിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സിങ്കിങ് ഫണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിങ്കിങ് ഫണ്ടിൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് കാണാനുള്ള ഇക്വേഷൻ ആണ് I=SI divided by 1+I⁻n−1. ഇത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആനുവൽ ഇൻസ്റ്റാൾമെന്റ് അല്ലെ, എത്രയാണ് നമ്മൾ ആനുവലി ആ ഒരു
പേയ്മെന്റിലേക്ക് മാറ്റി വെക്കേണ്ടത് എന്നുള്ളത് അല്ലേ. അപ്പം ആ ഒരു എമൗണ്ട് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്നാണ് പറയുന്നത്. ഗ്രാജുവൽ റീപ്ലേസ്മെന്റിനോ റീപേയ്മെന്റിനോ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ആ ഒരു എമൗണ്ട് അല്ലെ, പീരിയോഡിക്കലി നമ്മൾ ആ ഒരു എമൗണ്ട് സെറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കും അല്ലെ. ആ ഒരു എത്ര എമൗണ്ട് ആണ് മാറ്റി വെക്കേണ്ടതെന്ന് കാണുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ആണ് കേട്ടോ. ഐ ഈസ് ഈക്വൽ ടു ആനുവൽ ഇൻസ്റ്റാൾമെന്റ് ഓഫ് സിങ്കിങ് ഫണ്ട് ആണ്. അപ്പം എസ് എന്താണ്, എസ് തന്നിട്ടുണ്ട് അല്ലെ ഇക്വേഷനിൽ. എസ് ഐ ആണ് അല്ലെ. എസ് എന്ന് പറഞ്ഞാൽ സിങ്കിങ് ഫണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഐ അല്ലേ. ഐ എന്താണ്, ഐ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എൻ എന്ന് പറഞ്ഞാൽ ലൈഫ് ഇൻ ഇയർ ആണ്. അപ്പം ഇത്രയാണ് ഇതിൽ ഓരോ ടേംസും ഡിനോട്ട് ചെയ്യുന്നത്. നോക്കി വെക്കുക എന്താണ് സിങ്കിങ് ഫണ്ട് എന്നുള്ളതും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഇക്വേഷനിൽ ഐ ഈസ് ഈക്വൽ ടു എസ് ഐ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ഐ ഓൾ റേസ് ടു n മൈനസ് 1. അപ്പം അതാണ് സിങ്കിങ് ഫണ്ട് എന്നുള്ളതിൻ്റെ ടേം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ എന്താണ് സ്ക്രാപ്പ് വാല്യൂ? ആ ഒരു പേരിൽ തന്നെ ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കിയിട്ട് പൊളിക്കുകയാണ്. അപ്പം വീട് ഉണ്ടാക്കിയിട്ട് പൊളിച്ചു കഴിഞ്ഞാൽ അതിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും അല്ലേ. അപ്പം അതിനൊക്കെ നമുക്കിപ്പോൾ സ്ക്രാപ്പ് എടുക്കാൻ വരുന്നവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് എന്നുള്ള രീതിയിൽ നമുക്കത് കിട്ടും അല്ലേ, നമുക്കത് വിൽക്കാൻ പറ്റും അല്ലേ. അപ്പം എന്താണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയൽ എന്നുള്ള ടേം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സ്ക്രാപ്പ് വാല്യൂ എത്ര പെർസെൻറ്റേജ് ആണ് എന്നുള്ളതും. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. സ്ക്രാപ്പ് അത്രയേ ഉള്ളൂ അല്ലേ. നമ്മൾ വീട് ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു കല്ല് വാങ്ങുന്നതും സിമെന്റ് വാങ്ങുന്നതും ആ ഒരു പൈസ നമുക്ക് ഒരിക്കലും അത് ഇത്ര ഇയറിന് ശേഷം നമ്മളത് ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല അല്ലേ. വീട് പൊളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കല്ലിന് ചിലപ്പം കേടുപാട് കൂടാതെ കറക്റ്റ് പൊട്ടിച്ച് കിട്ടിയതിന് നമുക്ക് ചെറിയൊരു എമൗണ്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും അല്ലേ. അല്ലാണ്ട് നമ്മൾ വാങ്ങിയ സമയത്തുള്ള എമൗണ്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒരു വീട് നമ്മൾ ഉണ്ടാക്കി വിൽക്കുകയാണെങ്കിൽ പോലും ആ ഒരു എമൗണ്ട് നമുക്കത് പൊളിച്ചിട്ട് വിൽക്കുമ്പോൾ കിട്ടില്ല അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. സ്ക്രാപ്പ് വാല്യൂ 10% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് എടുക്കുക. അപ്പം സ്ക്രാപ്പ് വാല്യൂ എന്താണ്, ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽ ആണ് അല്ലേ. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽ എന്നുള്ള ടേം ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഒരു യൂട്ടിലിറ്റി പീരീഡ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് ഓഫ് ദ ബിൽഡിംഗ് ഓവർ ആയതിനു ശേഷം അല്ലേ, നമ്മൾ ആ ഒരു ഡിസ്മാൻഡിൽഡ് മെറ്റീരിയലിനെ നമ്മൾ എടുക്കുന്ന പെർസെൻറ്റേജ് 10% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ വാല്യൂ ആണെന്നും കൂടെ ഓർത്ത് വെക്കുക. അതുപോലെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്നില്ല. ഡിസ്മാൻഡിൽഡ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ ഈ സ്ക്രാപ്പ് വാല്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം മാത്രമാണ് എഴുതുന്നത്. തിയറി ആയിട്ട് വലിച്ചു നീട്ടി എഴുതുന്നില്ല. അപ്പോൾ നമുക്ക് ഡിസ്മാൻഡിൽഡ് മെറ്റീരിയലും പിന്നെ അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് ആണ് വരിക, സ്ക്രാപ്പ് വാല്യൂ ഈസ് ഈക്വൽ ടു 10% ഓഫ് ഇറ്റ്സ് ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. അതാണ് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം സ്ക്രാപ്പ് വാല്യൂ എന്താണെന്ന് മനസ്സിലായി, സിങ്കിങ് ഫണ്ട് എന്താണെന്ന് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടതാണ് സാൽവേജ് വാല്യൂ. ഇതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ടുള്ള മൂന്നും എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ളത് തന്നെയാണ് സാൽവേജ് വാല്യൂ. അപ്പൊ എന്താണ് സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്? നമ്മൾ ഒരു വീടിന്റെ ആ ഒരു എൻഡ് ഓഫ് ദ യൂട്ടിലിറ്റി പീരീഡ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ലൈഫ് കഴിഞ്ഞ സമയത്ത് നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്യുന്ന മെറ്റീരിയലിനെയാണ് നമ്മൾ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞത്. പക്ഷെ എങ്ങനെയാണ് സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പം എൻഡ് ഓഫ് ദ യൂട്ടിലിറ്റി പീരീഡിലായിരിക്കും ഒരു ബിൽഡിങ്, പക്ഷെ അത് ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന്റെ മുന്നുള്ള വാല്യൂ അല്ലേ, അതിനെയാണ്
നമ്മൾ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയത് നമ്മൾ താമസത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, പക്ഷെ അത് ഡിസ്മാൻഡിൽ ചെയ്യാണ്ട് നമ്മൾ വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് റീയൂസ് ചെയ്യാണ് അല്ലെ. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ്, ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ഡിസ്മാൻഡിൽഡ് ആണ്. ഇങ്ങനെയാണ് value at end of utility period without dismantled. അപ്പം അതിനെയാണ് നമ്മൾ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? സിങ്കിങ് ഫണ്ട് പറഞ്ഞു, സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞു, സാൽവേജ് വാല്യൂ പറഞ്ഞു അല്ലെ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് എന്താണ്? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള ടേമാണ് ഡിപ്രീസിയേഷൻ അല്ലെ. നിങ്ങൾ ഒരുപാട് കേട്ടിട്ടും ഉണ്ടാവും അല്ലെ. നമ്മൾ നോർമൽ ലൈഫിൽ നമ്മൾ ചില കേൾക്കുന്ന ടേമാണ് അല്ലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഡിപ്രീസിയേഷൻ, നമ്മളിപ്പോൾ ഒരു വീട് പുതിയതായിട്ട് വാങ്ങി, പക്ഷെ അത് നമ്മളൊരു 20 കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളത് വിൽക്കുന്ന സമയത്ത് നമുക്ക് അതേ വാല്യൂ ആണോ കിട്ടുക? അല്ല അല്ലെ, അതിനൊരു തേയ്മാനം ഉണ്ടാവും അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ ഈ ഒരു ഡിപ്രീസിയേഷൻ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഗ്രാജുവൽ ഡിക്രീസ് ഓർ ലോസ് ഇൻ വാല്യൂ അല്ലെ. അപ്പൊ അതിനാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പം നമുക്ക് ആ ഒരു ബിൽഡിംഗ് എക്സാമ്പിൾ വെച്ച് പറയുകയാണ്. ഇപ്പൊ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ഒന്നിക്കൽ അതിന്റെ ലൈഫ് പീരീഡ് കഴിഞ്ഞത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ട്രെൻഡ് മാറുന്നത് കൊണ്ടാവാം അല്ലെ, ഒബ്സോലസൻസ് കാരണമാവാം, പിന്നെ അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും ഡിറ്റീരിയേഷൻ വന്നത് കൊണ്ടാവാം അല്ലെ. അപ്പം അതിനെ കൊണ്ടൊക്കെ നമ്മളൊരു കാലം കഴിയുന്ന സമയത്ത് ഒരു എന്തിന്റെ ആണെങ്കിലും ഒരു വാല്യൂ ഒന്ന് കുറയും അല്ലെ. പിന്നെ അപ്പം അതിനെ നമ്മൾ പറയുന്നതാണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ? ഡിപ്രീസിയേഷൻ ഈസ് ദ ഗ്രാജുവൽ ഡിക്രീസ് ഓർ ലോസ് ഇൻ വാല്യൂ. അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. എന്തായിരിക്കും? ഡ്യൂ ടു സ്ട്രക്ചറൽ ഡിറ്റീരിയേഷൻ, അതുപോലെ തന്നെ ലൈഫ് പീരീഡ്, ഒബ്സോലസൻസ് എന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കണം നെക്സ്റ്റ് ടേം ആണ് ബുക്ക് വാല്യൂ. എന്താണ് ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മള് ഡിപ്രീസിയേഷൻ എന്നുള്ളൊരു ടേം പറഞ്ഞു അല്ലെ. ഈ ഡിപ്രീസിയേഷൻ ഒക്കെ കുറച്ചതിന് ശേഷം നമ്മൾ അക്കൗണ്ട് ബുക്കിലേക്ക് നമ്മൾ ചേർക്കുന്ന ആ ഒരു എമൗണ്ട് അല്ലെ, നെസസിറ്റി ഡിപ്രീസിയേഷൻ ഒക്കെ കുറച്ചതിന് ശേഷം നമ്മൾ ബുക്കിലേക്ക് ചേർക്കുന്ന ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബുക്ക് വാല്യൂ എങ്ങനെയാണ് കാണാം? ക്യാപിറ്റൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ് അല്ലെ. ബുക്ക് വാല്യൂ നമ്മൾ കാണാം ക്യാപിറ്റൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ആണ് എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കാം. അപ്പൊ എന്താണ് ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബുക്ക് വാല്യൂ അല്ലെ, ബുക്ക് വാല്യൂ ഈസ് ഈക്വൽ ടു capital cost minus depreciation. അതിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. ഇൻ ടേംസിൽ പറയുകയാണെങ്കിൽ എമൗണ്ട് ഷോൺ in the account book after allowing necessary depreciation. അതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്നുള്ള ടേം ബുക്ക് വാല്യൂ എന്നുള്ള ടേം കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞു, സിങ്കിങ് ഫണ്ട് പറഞ്ഞു, സാൽവേജ് വാല്യൂ പറഞ്ഞു, ഡിപ്രീസിയേഷൻ പറഞ്ഞു, ബുക്ക് വാല്യൂ പറഞ്ഞു അല്ലെ. പിന്നെ നമുക്ക് നോക്കേണ്ട വേറൊരു ടേം എന്താണ്? മാർക്കറ്റ് വാല്യൂ അല്ലെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട ടേം ആണ് മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് വാല്യൂ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഒരു പ്രോപ്പർട്ടിക്ക് ചാർജ് ചെയ്തിട്ടുള്ള ആ ഒരു വാല്യൂ അല്ലേ, ആ ഒരു ഓപ്പൺ മാർക്കറ്റിലുള്ള അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓഫ് ദ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ
മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. അത് നമുക്ക് ആ ഒരു ടേം ഒന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ. മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് വിച്ച് ക്യാൻ ഒബ്റ്റെയിൻഡ് അറ്റ് എനി പർട്ടിക്കുലർ ടൈം അറ്റ് ദ ഓപ്പൺ മാർക്കറ്റ് ഓഫ് ദ പ്രോപ്പർട്ടി അല്ലെ. അപ്പം അതിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം മാർക്കറ്റ് വാല്യൂവിൽ ഓർത്ത് വെക്കേണ്ട ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ മാർക്കറ്റ് ഓഫ് പ്രോപ്പർട്ടി അല്ലെ. അപ്പം അതാണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പം നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ആനിറ്റിയും കൂടെ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആനിറ്റിയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം എന്താണ് ആനിറ്റി എന്ന് പറയുന്നത്? ആനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ ദ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഇൻവെസ്റ്റഡ് ബൈ ദ പ്രോപ്പർട്ടി അല്ലേ. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ആ ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു എമൗണ്ടിന്റെ ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ആണ് അല്ലേ. അപ്പം അതിനാണ് ഈ ഒരു ആനുറ്റി എന്ന് പറയുന്നത്. പേര് തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആനുറ്റി ഈസ് ദ ആനുവൽ periodic payment for the repayment of capital cost invested by the property. ഇതിനാണ് നമ്മൾ ആനുറ്റി എന്ന് പറയുന്നത്. എന്താണ് ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ ദ റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഇൻവെസ്റ്റഡ് ബൈ ദ പ്രോപ്പർട്ടി. പിന്നെ ആനുറ്റിയിൽ തന്നെ നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാനുണ്ട് അല്ലേ. ഏതൊക്കെയാണ് നമ്മുടെ സിലബസിൽ? അത് എടുത്ത് പറഞ്ഞിട്ടില്ല. അത് ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം, നോട്ടായിട്ട് എഴുതണ്ട, ജസ്റ്റ് ഞാൻ ഒന്ന് പറയാം. ആനുറ്റി ഡ്യൂ ഉണ്ട്, ആനുറ്റി സെർട്ടൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഡെഫേർഡ് ആനുറ്റി ഉണ്ട്, പെർപെച്വൽ ആനുറ്റി ഉണ്ട് അല്ലേ. അപ്പം എന്താണ് ആനുറ്റി ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആനുറ്റി ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപേയ്മെന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് പീരിയോഡിക് ഓഫ് ഇയർ അല്ലേ. ബിഗിനിങ് ഓഫ് ദ ഇയറിലാണ് നമ്മൾ റീപേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആനുറ്റി ഡ്യൂ എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ഈ ഒരു പേയ്മെന്റ് നടത്തുന്നത് എൻഡ് ഓഫ് ദ സർട്ടൈൻ പീരീഡ് അല്ലേ. എൻഡ് ഓഫ് ദ സർട്ടൈൻ പീരീഡിലാണ് റീപേയ്മെന്റ് നടത്തുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ആനുറ്റി സെർട്ടൈൻ എന്ന് പറയുന്നത്. പിന്നെ ഡെഫേർഡ് ആനുറ്റി അല്ലേ. ഡെഫേർഡ് ആനുറ്റി എന്ന് പറയുന്നത് എന്താണ്? ബിഗിനിങ് അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ് ആഫ്റ്റർ നമ്പർ ഓഫ് ഇയേഴ്സ് അല്ലേ. ആഫ്റ്റർ നമ്പർ ഓഫ് ഇയേഴ്സിലും കുറച്ച് ഇയേഴ്സിന് ശേഷം നമ്മൾ ബിഗിനിങ് അല്ലേ ഓഫ് സം ഫ്യൂച്ചർ ഡേറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ഡെഫേർഡ് ആനുറ്റി എന്ന് പറയും. പിന്നെ പെർപെച്വൽ ആനുറ്റി അല്ലേ. പെർപെച്വൽ ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ടിന്യൂസ് ഫോർ ഇൻഡെഫിനറ്റ് പീരീഡ് അല്ലേ. ഇൻഡെഫിനറ്റ് പീരീഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പെർപെച്വൽ ആനുറ്റി എന്ന് പറയുന്നത്. ആനുറ്റിയിൽ ജസ്റ്റ് പറയാം, ആനുറ്റി ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപേയ്മെന്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഈച്ച് പീരീഡ് ഓഫ് ഇയർ ആണ്. ആനുറ്റി സെർട്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സെർട്ടൈൻ പീരീഡ് ഓഫ് റീപേയ്മെന്റ് ആണ് വരിക. ഡെഫേർഡ് ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ് അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ് ആഫ്റ്റർ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. പെർപെച്വൽ ആനുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ് അല്ലേ. അപ്പം അങ്ങനെയാണ് പെർപെച്വൽ ആനുറ്റി വരിക. അപ്പം ഇത്രയാണ് നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ എന്തൊക്കെ ടെക്നിക്കൽ ടേംസ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ടെക്നിക്കൽ ടേംസും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എന്താണ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു അല്ലേ. വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എസ്റ്റിമേറ്റ് ഓർ ഡിറ്റർമിനിങ് ദ ഫെയർ പ്രൈസ് ഓർ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടിനെയാണ് നമ്മൾ വാല്യുവേഷൻ എന്ന് പറയുന്നത്. വാല്യുവേഷൻ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്? ടാക്സ് ഫിക്സേഷൻ, അതുപോലെ തന്നെ ലോൺ എടുക്കുന്ന സമയത്തൊക്കെ, പിന്നെ ഇൻഷുറൻസിന് വേണ്ടിയിട്ട്, പിന്നെ അതുപോലെ തന്നെ ബൈയിങ് ഓർ സെല്ലിങ് പ്രോപ്പർട്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് ടെക്നിക്കൽ ടേംസിലേക്കാണ് അല്ലേ. ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണ് നോക്കാനുള്ളത്? സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് സിങ്കിങ് ഫണ്ട് നോക്കാനുണ്ട്. സിങ്കിങ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണി ഫോർ ഗ്രാജുവൽ
റീപ്ലേസ്മെന്റ് ഓർ റീപേയ്മെന്റ് ഓഫ് അസറ്റ് അല്ലേ, അതിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. I=SI/1+I all raised to n-1 എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ പറഞ്ഞു. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിസ്മാൻറ്റിൽഡ് മെറ്റീരിയലിന്റെ വാല്യൂ അല്ലേ. അത് നമ്മൾ എത്ര പെർസെൻറ്റേജ് ആണ് എടുക്കുക? 10% ഓഫ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആണ് സ്ക്രാപ്പ് വാല്യൂ എടുക്കുക എന്നുള്ളത് നോക്കി വെക്കുക. ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത്. പിന്നെ അതുപോലെ തന്നെ സാൽവേജ് വാല്യൂ. സാൽവേജ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ യൂട്ടിലിറ്റി പീരീഡ് വിത്തൗട്ട് ഡിസ്മാൻറ്റിൽഡ് അല്ലേ. ഡിസ്മാൻറ്റിൽഡ് ചെയ്യാതെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനാണ് നമ്മൾ സാൽവേജ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗ്രാജുവൽ ഡിക്രീസ് ഓർ ലോസ് ഇൻ വാല്യൂ അല്ലേ, അതിനാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബുക്ക് വാല്യൂ പറഞ്ഞു അല്ലേ. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓൺ അക്കൗണ്ട് ബുക്ക് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ അല്ലേ, അതിനെയാണ് നമ്മൾ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ ആണെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓഫ് ദ പ്രോപ്പർട്ടീൻ്റെ വാല്യൂ അല്ലേ, അതിനെയാണ് നമ്മൾ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആന്വിറ്റി പറഞ്ഞു. ആന്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനുവൽ പീരിയോഡിക് പേയ്മെന്റ് ഫോർ റീപേയ്മെന്റ് അല്ലേ, അപ്പം അതിനെയാണ് നമ്മൾ ആന്വിറ്റി എന്ന് പറയുന്നത്. ആന്വിറ്റി ഡ്യൂ ഉണ്ട്, ആന്വിറ്റി സെർട്ടൈൻ ഉണ്ട്, ഡെഫേർഡ് ആന്വിറ്റി ഉണ്ട്, പെർപെച്വൽ ആന്വിറ്റി ഉണ്ട് അല്ലേ. ആന്വിറ്റി ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപേയ്മെന്റ് അറ്റ് ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡ് ഓഫ് ഇയർ ആണ്. ആന്വിറ്റി സെർട്ടൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ സെർട്ടൈൻ പീരീഡ് ഓഫ് റീപേയ്മെന്റ് ആണെങ്കിൽ. പിന്നെ ഡെഫേർഡ് ആന്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗിനിങ് അറ്റ് സം ഫ്യൂച്ചർ ഡേറ്റ് ആഫ്റ്റർ നമ്പർ ഓഫ് ഇയേഴ്സ് ആണെങ്കിൽ. പിന്നെ പെർപെച്വൽ ആന്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ് ആണെങ്കിൽ അതിനെ നമ്മൾ പെർപെച്വൽ ആന്വിറ്റി എന്ന് പറയും. അപ്പം ഇത്രയാണ് നമുക്ക് ആന്വിറ്റിയിൽ നോക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വാല്യുവേഷനിലുള്ള ടെക്നിക്കൽ ടേംസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്തുതരാം. ഇനി നമുക്ക് ഈ ഒരു വാല്യുവേഷൻ്റെ തന്നെ നെക്സ്റ്റ് ഒരു ഏരിയയിലേക്ക് പോവാം അല്ലേ. നെക്സ്റ്റ് നമ്മളെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ്? മെത്തേഡ് ഓഫ് വാല്യുവേഷനും പിന്നെ അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. മെത്തേഡ് ഓഫ് വാല്യുവേഷനും മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷനാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ നോക്കാം. മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഏതൊക്കെയാണ് വാല്യുവേഷൻ്റെ മെത്തേഡ് വരുന്നത്? ഏതൊക്കെയാണ് പറയുന്ന സമയത്ത് മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. ഫസ്റ്റ് വണ് വരുന്നത് ഏതാണ്? നമുക്ക് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എടുക്കാം അല്ലേ. ഫസ്റ്റ് വൺ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ്. പിന്നെ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്. തേർഡ് വൺ എന്താണ്? ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ. റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. പിന്നെ ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. പിന്നെ ലാസ്റ്റ് വൺ ഏതാണ്? ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അല്ലേ. ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. അപ്പം ഇതാണ്, ഇത്രയും മെത്തേഡ്സ് ആണ് മെത്തേഡ് ഓഫ് വാല്യുവേഷനിലുള്ളത്. പിന്നെ ഓരോന്നിൻ്റെതും ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ഫസ്റ്റ് നമുക്ക് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് അല്ലേ. വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റിൽ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് അല്ലേ. വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എന്നെടുത്ത് എഴുതുകയാണെങ്കിൽ ഇത് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത് എവിടെയാണ്? പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വാല്യുവേഷൻ ചെയ്യുന്നത് ഹോട്ടൽസ്, പിന്നെ അതുപോലെ തന്നെ സിനിമ തിയേറ്റേഴ്സിലൊക്കെ അല്ലേ. അതൊക്കെ അതിന്
ഒക്കെ വാല്യൂ എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക, അതിന്റെ പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടാണല്ലേ. ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിലാണെങ്കിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട് എന്ന് ബേസ് ചെയ്തിട്ടാണല്ലേ ആ ഒരു തിയേറ്ററിന്റെ വാല്യൂ ഉണ്ടാവുക. നല്ല ടൗൺ ഏരിയയിൽ നല്ല എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് ഒരു തിയേറ്റർ ഉള്ളതെങ്കിൽ അതിന് ഹൈ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മൾ അപ്പം അതൊരു കറക്റ്റ് ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഏരിയയിലാണെങ്കിൽ അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു തിയേറ്റർ ആണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റിലെ ആ ഒരു മെത്തേഡാണ് വരുന്നത്. അപ്പം ഏതൊക്കെയാണ് ഹോട്ടൽസ് അതുപോലെ തന്നെ സിനിമ തിയേറ്റേഴ്സ് ഒക്കെ എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും അല്ലേ. അതാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റിൽ നോക്കാനുള്ളത്. അപ്പം ഏതൊക്കെയാണ് വരിക, ഹോട്ടൽസ്, പിന്നെ അതുപോലെ തന്നെ സിനിമ തിയേറ്റേഴ്സ് അല്ലേ, ഇതിൽ വരുന്ന അതാണ്. പിന്നെ നമുക്ക് സെക്കൻഡ് വണ്ണ് നോക്കുകയാണെങ്കിൽ ഏതാണ്, സെക്കൻഡ് വണ്ണ് നോക്കുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് ആണ് അല്ലേ. വാല്യുവേഷൻ ബേസ്ഡ് കോസ്റ്റ് ആണെങ്കിൽ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് വരുന്നത് ഏതൊക്കെ സിറ്റുവേഷനിലാണ്, നമ്മൾ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് വാല്യുവേഷൻ ചെയ്യുമെങ്കിൽ അതിനെയാണല്ലോ നമ്മൾ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്കതിന് ആക്ച്വൽ എത്ര കോസ്റ്റ് ആയി എന്നുള്ളത് അല്ലേ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വാല്യുവേഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് എന്നുള്ളത്. അതൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഞാനിപ്പോൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഉണ്ടാവല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിൻ്റെ അണ്ടറിലൊന്ന് എഴുതി വെച്ചാൽ മതി. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് വാല്യുവേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ കോസ്റ്റ്, ക്യാപിറ്റൽ വാല്യൂ അല്ലേ. നെക്സ്റ്റ് വണ്ണാണ് ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ. ഇതെങ്ങനെയാണ് ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ക്യാപിറ്റൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി അല്ലേ, അത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇത് അതിനോട് സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടാവും അല്ലേ. ആ ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ഒരു പ്രോപ്പർട്ടിക്ക് സിമിലർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെ വാല്യൂനെ ബേസ് ചെയ്തിട്ട് അല്ലേ, അങ്ങനെ ഡയറക്റ്റ് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഒരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ. അതങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക്. അതൊക്കെ തന്നെ ഞാൻ പറയുന്ന സമയത്ത് അതൊക്കെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ട് ഉണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് എന്താണ്, നെക്സ്റ്റ് നോക്കേണ്ട മെത്തേഡ് ഏതാണ്, നമുക്ക് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അല്ലേ. ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഈ ഒരു ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അൺഡെവലപ്ഡ് സ്റ്റേജസ് അതുപോലെ തന്നെ പാർട്ട്ലി ഡെവലപ്ഡ് അല്ലെങ്കിൽ പാർട്ട്ലി അൺഡെവലപ്ഡ് സ്റ്റേജ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ഒരു ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ചെയ്യുന്നത്. അതും അതുപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് എന്താണ് നോക്കാനുള്ളത്, റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അല്ലേ. റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഈ ഒരു റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എങ്ങനെയാണ് ചെയ്യുക, നമുക്ക് മൊത്തം ഔട്ട് ഗോയിങ് അല്ലേ, മൊത്തം ഔട്ട് ഗോയിങ്ങിന് ക്രോസ് റെന്റ് എന്ന് ഡിഡക്റ്റ് ചെയ്തിട്ടാണ് അല്ലേ ആ ഒരു റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ചെയ്യുക. അത് മനസ്സിലാക്കി വെക്കുക. റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ അല്ലേ. പിന്നെ നമുക്ക് ലാസ്റ്റ് വൺ ഏതാണ്, ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ. ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ആണ് ലാസ്റ്റ് വൺ ഉള്ളത്. ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ബേസ്ഡ് ഓൺ പ്രസന്റ് ഡേ റേറ്റ് അല്ലേ. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ചെയ്യുക. കാണുക D = P × 100 - RD ഡിവൈഡഡ് ബൈ 100 all raised to n ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ കാണേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഡിപ്രീസിയേഷൻ വാല്യൂ കാണാൻ D = P. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അറ്റ് ദ പ്രസന്റ് മാർക്കറ്റ് വാല്യൂ. P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് അറ്റ് പ്രസന്റ് മാർക്കറ്റ് വാല്യൂ ആണ്. പിന്നെ RD അല്ലേ, RD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റേറ്റ് അല്ലേ, ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ്
ഡിപ്രീസിയേഷനെയാണ് നമ്മൾ ആർ ഡി എന്ന് പറയുന്നത് അത് 100 ഇയേഴ്സ് ആവുന്ന സമയത്ത് 1 ആയിരിക്കും വരിക. പിന്നെ 75 ആകുമ്പോൾ 1.3, 50 ആകുമ്പോൾ 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാവില്ലേ. ആ ഒരു പെർസെൻറ്റേജ് അറിയുന്നവരാണെങ്കിൽ പഠിച്ചു വെക്കുക, അറിയാത്തവരാണെങ്കിൽ ഓക്കെ നമുക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് പി ഡി ഈക്വൽ ടു പി ഇൻറ്റു 100 മൈനസ് ആർ ഡി പറഞ്ഞു അല്ലേ, ഡിവൈഡഡ് ബൈ 100 ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എൻ ഏജ് ഓഫ് ദ ബിൽഡിംഗ് ആണ് കേട്ടോ. എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ഓഫ് ബിൽഡിംഗ് ആണെന്നും കൂടെ മനസ്സിലാക്കി വെക്കാം. എന്താണ് ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യൂഷൻ കാണേണ്ടിയിട്ടുള്ള ഇക്വേഷൻ, ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യൂഷൻ കാണാൻ ഡി ഇസ് ഈക്വൽ ടു പി ഇൻറ്റു 100 മൈനസ് ആർ ഡി ഡിവൈഡ് ബൈ 100 ഓൾ റേസ് ടു എൻ എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് വൺ നോക്കാനുള്ളത് ഡിപ്രീസിയേഷൻ ആണ് അല്ലേ. ഡിപ്രീസിയേഷൻ മെത്തേഡ്, ഡിപ്രീസിയേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലേ, ഡിപ്രീസിയേഷൻ എന്താണ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ നോക്കിയാലോ. മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ, മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഏതൊക്കെ മെത്തേഡാണ് വരുന്നത്, ഏതൊക്കെ മെത്തേഡാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ കൂടെ തന്നെ പറയാം. ഫസ്റ്റ് വൺ ആണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ലൈൻ മെത്തേഡ്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് വൺ ആണ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ്. തേർഡ് വൺ ആണ് സിങ്കിങ് ഫണ്ട് മെത്തേഡ്. ഫോർത്ത് വൺ ആണ് ക്വാണ്ടിറ്റി സർവേ, ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് അല്ലേ. അപ്പം എന്തൊക്കെയാണ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷനിൽ വരുന്നത്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഉണ്ട്, കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് ഉണ്ട്, സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഉണ്ട്, ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് ഉണ്ട് അല്ലേ. അപ്പം 4 മെത്തേഡ്സ് ആണ് നമുക്ക് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷനിൽ വരുന്നത്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയാണ്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ലോസിലെ ആ വരുന്ന ലോസിനെ എല്ലാ ഇയറിലും നമ്മൾ സെയിം എമൗണ്ട് ആയിരിക്കും ഡിഡക്റ്റ് ചെയ്യുക. അപ്പം എങ്ങനെയാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ചെയ്യുക, ലോസസ് ഇറ്റ്സ് വാല്യൂ ബൈ സെയിം എമൗണ്ട് എവരി ഇയർ ആണെങ്കിൽ അതിനാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. അവിടെ ഒരു ഇക്വേഷൻ നോക്കാനുണ്ടല്ലേ, ജസ്റ്റ് ഞാൻ അത് മാത്രം എഴുതി തരാം. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ ഡി ഈസ് ഈക്വൽ ടു സി മൈനസ് എസ് ബൈ എൻ എന്നാണ് ഇക്വേഷൻ. ഇതിൽ ഡി എന്താണ്, ഡിപ്രിസിയേഷൻ ആണ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കോസ്റ്റ് ആണ്, പിന്നെ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ ആണ്, എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇൻ ഇയേഴ്സ് ആണ്. അപ്പം ഈ ഒരു ഇക്വേഷനും ഈ ഒരു ടേംസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി പ്രോബ്ലംസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ അല്ലേ. കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോസ് വാല്യൂസ് അല്ലേ, ലോസ് വാല്യൂസ് നമ്മൾ എടുക്കുന്നത് ഒരു കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് നോക്കേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വരുന്നത് ഡി ഈസ് ഈക്വൽ ടു 1 മൈനസ് എസ് ബൈ സി ഓൾ റേസ് ടു 1/n. ജസ്റ്റ് അത് നോക്കി വെക്കുക. പിന്നെ തേർഡ് വൺ ഏതാണ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ് അല്ലേ. സിങ്കിങ് ഫണ്ട് എന്താണ് നമ്മൾ എടുക്കുക, സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ സിങ്കിങ് ഫണ്ട് അല്ലേ. സിങ്കിങ് ഫണ്ട് ഡിപ്രീസിയേഷനിൽ നമ്മൾ എടുക്കുന്നത് ആ ഒരു ഡിപ്രീസിയേഷൻ അല്ലേ, ഡിപ്രീസിയേഷൻ എന്തിന് ഈക്വൽ ആണ്, ഈക്വൽ ടു ദ സിങ്കിങ് ഫണ്ട് ഇൻട്രസ്റ്റ് ഓൺ ദ ഫണ്ട് ഓഫ് ദാറ്റ് ഇയർ അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് വൺ എന്താണ്, ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് അല്ലേ. ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എങ്ങനെയാണ് വരിക, സ്റ്റഡി ഇൻ ഡീറ്റെയിൽഡ് ലോസസ് ഇറ്റ്സ് വാല്യൂ ഡ്യൂ ടു ലൈഫ്, വിയർ, ടിയർ, ഡീകെ, ഒബ്സോലസൻസ് അല്ലേ. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്നതിനല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി സർവേ മെത്തേഡും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് നമ്മൾ ഒരു ഇപ്പോൾ ബിൽഡിംഗ് ആണെങ്കിൽ അതിന് വരുന്ന ലോസസും പിന്നെ അതിൻ്റെ ലൈഫ് പീരീഡും വിയറും ടിയറും ഒക്കെ കൺസിഡർ ചെയ്തിട്ട് വരുന്ന മാർക്ക് ചെയ്യുന്ന ആ ഒരു ഡിപ്രീസിയേഷൻ അല്ലേ, അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഒറ്റ സ്ട്രെച്ചിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം പഠിക്കാൻ പറ്റുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക, പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഫസ്റ്റ് നമ്മൾ വാല്യുവേഷൻ പറഞ്ഞു അല്ലേ. ഫസ്റ്റ് നമ്മൾ എന്താണ് വാല്യുവേഷൻ എന്ന് പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ ടേംസ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മെത്തേഡ്സ് ഓഫ് വാല്യുവേഷൻ ആണ്. മെത്തേഡ്സ് ഓഫ് വാല്യുവേഷനിൽ വരുന്ന ഏതൊക്കെയാണ്,
വാല്യുവേഷൻ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ഉണ്ട്, വാല്യുവേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് ഉണ്ട്, പിന്നെ ഡയറക്റ്റ് കമ്പാരിസൺ വിത്ത് ക്യാപിറ്റൽ വാല്യൂ ഉണ്ട്, പിന്നെ എന്താണ് ഡെവലപ്മെന്റ് മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഉണ്ട്, റെന്റൽ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഉണ്ട്, ഡിപ്രീസിയേഷൻ മെത്തേഡ് ഓഫ് വാല്യുവേഷൻ ഉണ്ട് അല്ലേ. അപ്പം ഇത്രയും മെത്തേഡ് വാല്യുവേഷൻസ് നമുക്ക് നോക്കാനുണ്ട്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിപ്രീസിയേഷൻ ആണ് അല്ലേ. ഡിപ്രീസിയേഷൻ എന്താണ്, നമ്മൾ ഡിപ്രീസിയേഷൻ ഉള്ള മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ അല്ലേ. നമ്മൾ ഡിപ്രീസിയേഷൻ എന്താണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവൽ ഡിക്രീസ് ഓർ ലോസ് ഇൻ വാല്യൂ അല്ലേ, അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന 4 മെത്തേഡ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ്, സിങ്കിങ് ഫണ്ട് മെത്തേഡ്, ക്വാണ്ടിറ്റി സർവേ മെത്തേഡ്. അതിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആണെങ്കിൽ എങ്ങനെയാണ് വരിക? ലോസസ് ഇറ്റ്സ് വാല്യൂ ബൈ സെയിം എമൗണ്ട് ഓഫ് എവരി ഇയർ ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഈസ് ഈക്വൽ ടു C മൈനസ് S ഡിവൈഡഡ് ബൈ N എന്നുള്ള ഇക്വേഷൻസ് ഒക്കെ ഓർത്ത് വെക്കുക. അത് അധികം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. അപ്പം എന്തായാലും അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കുക. അതിൽ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കോസ്റ്റ് ആണ്, D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ആണ്, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രാപ്പ് വാല്യൂ, N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ഇൻ ഇയേഴ്സ് ആണ്. പിന്നെ സെക്കൻഡ് വൺ ആണ് കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ്. കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലോസ് ഓഫ് വാല്യൂസ് ഡിപ്രീസിയേഷൻ ഒരു കോൺസ്റ്റന്റ് പെർസെൻറ്റേജിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ കോൺസ്റ്റന്റ് പെർസെൻറ്റേജ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ സിങ്കിങ് ഫണ്ട് മെത്തേഡ് അല്ലേ. സിങ്കിങ് ഫണ്ട് മെത്തേഡിനെ സിങ്കിങ് ഫണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സിങ്കിങ് ഫണ്ട് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് അല്ലേ. ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ലൈഫും വിയർ ആൻഡ് ടിയറും അതുപോലെ തന്നെ ഒബ്സലസൻസും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിപ്രീസിയേഷൻ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റി സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാല്യുവേഷനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിവിഷൻ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് നിങ്ങൾ നോക്കുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നില്ലേ നോക്കുക. നമ്മളെ ടെക്നിക്കൽ ടേംസ് ഒക്കെ ആണെങ്കിലും നമ്മളെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാണ്ടും കുറച്ച് ടെക്നിക്കൽ ടേംസ് വരുന്നുണ്ട് അല്ലേ. അത് നിങ്ങൾ പഠിക്കുക. എന്തായാലും ടൈം ഉണ്ടെങ്കിൽ എന്തായാലും പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെങ്കിലും ഒന്ന് പഠിക്കുക. പിന്നെ മാക്സിമം നിങ്ങൾ ടൈം എടുത്തില്ലേ ഓരോന്നിനും കറക്റ്റ് ടൈം ടേബിൾ ഇട്ട് ടൈം എടുത്ത് തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റും അല്ലേ, അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. എല്ലാ കാര്യത്തിനും ഒരേപോലെ ടൈം മാറ്റി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്ത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 4-1 ഭാഗം മാത്രമേ കയറുന്നുള്ളെങ്കിലും ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയി വരും അല്ലേ. അങ്ങനെ എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുക, എന്തായാലും റിസൾട്ട് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും റിസൾട്ട് ഉണ്ടാകും. ആ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ പഠിക്കുക. എക്സാംസ് മാക്സിമം എഴുതി നോക്കുക. എത്ര മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ ചെറിയ മാർക്കാണെങ്കിലും തെറ്റിയ കാര്യങ്ങൾ പഠിച്ചിട്ട് പിന്നെ അതിൽ ശരിയായ കാര്യങ്ങളും തെറ്റായ കാര്യങ്ങളും ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു എക്സാമിന് ശരിയാക്കിയത് നെക്സ്റ്റ് എക്സാമിന് പോകുമ്പോഴത്തേക്ക് അത് തെറ്റാക്കാൻ പാടില്ല അല്ലേ. നിങ്ങളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് പോവല്ല വേണ്ടത്, നിങ്ങൾക്കത് അറിഞ്ഞുകൊണ്ട് തന്നെ മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു ഡൗട്ടിലൊക്കെ മാർക്ക് ചെയ്തതാണെങ്കിലും എക്സാം കഴിഞ്ഞതിന് ശേഷം റോങ് ആയിട്ടുള്ള വന്ന ക്വസ്റ്റ്യനും റോങ് ആയി വന്ന് നിങ്ങൾ ഡൗട്ടിൽ വെച്ചിട്ട് റൈറ്റ് ആയത് ഏതൊക്കെയാണ് റോങ് ആയത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എക്സാംസിൻ്റെതും ഒക്കെ ഓരോന്നിൻ്റെയും സിലബസ് നോക്കുക. അതിനെക്കുറിച്ചൊക്കെ കറക്റ്റ് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.